ഇന്ന് ചിക്കൻ്റെ ബ്രസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. പോപ്പീസ് അതൊക്കെ പോപ്പീസ് എവിടെ കണ്ടാലും നിങ്ങൾ കഴിക്കണം കേട്ടോ. കാരണം നമ്മൾ പോർട്ടറിക്കുന്നത് കഴിച്ചിട്ടുണ്ട്. മുക്കുന്ന ഒരു മയോണൈസിൻ്റെ 2 പാക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ സോസ് അതൊക്കെ തന്നിട്ടുണ്ട്. ഒരു ഭയങ്കര സ്പൈസിയാന്ന് പറഞ്ഞ ഒരു സോസ് എനിക്ക് നോക്കുമ്പോൾ അതിന് മധുരം ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മാക്സിമം എനിക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഗതിയും ടേസ്റ്റ് ചെയ്യാൻ തോന്നും. ലെമണേഡ് ടേസ്റ്റ് ചെയ്യുന്നു, ലെമണേഡ് വരുന്നുണ്ട്, ലെമണേഡ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും, ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. എല്ലാ സോസിലും മുക്കി ഞാൻ കഴിച്ചു നോക്കി. 2 പീസ് ചിക്കൻ എനിക്ക് അവർ തന്നു കേട്ടോ. എൻ്റെ ഗ്ലൗസാണ് കിടക്കുന്നത്, അവിടെ ഞാൻ കാണിച്ചു കേട്ടോ. കാരണം അത് ആ ഗ്ലൗസ് ഊരിക്കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതേ കാണിക്കുന്നത്. അപ്പോൾ ഈ പോപ്പീസ് ചിക്കൻ ഉഗ്രൻ ചിക്കനാണ്. നിങ്ങൾ വന്നാൽ മാത്രമല്ല, ഇത് KFCയോ അല്ലെങ്കിൽ ഏത് മാക്ഡൊണാൾഡോ എല്ലാത്തിനേക്കാളും ചീപ്പുമാണിത്. അമേരിക്കയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ചിക്കനാണ്. നിങ്ങൾ ഇവിടുന്ന് കഴിക്കണം. KFCനേക്കാളും ബെസ്റ്റാണ്, മക്ഡൊണാൾഡ്സിനേക്കാളും ബെസ്റ്റാണ്. അത് ആർക്കും അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ബ്രസീലിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ പനാമയിൽ വെച്ചും പിന്നെ എവിടേക്കാണ് കൊളംബിയയിൽ വെച്ചൊക്കെ നമ്മൾ പിന്നെ ഒരു പെരി പെരി ചിക്കൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേര് പെരി പെരിയാണ്. ഞാനത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ മറന്നുപോയത്. വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. അവിടുത്തെ വീഡിയോ നിങ്ങൾ കാണുന്നത് അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ചിക്കൻ. അതുപോലെ അത് പിന്നെ എന്താ പറയുക, ഈ KFCനേക്കാളൊക്കെ നല്ലതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ കുറച്ച് വെള്ളക്കാരിപ്പുണ്ട്. ഒരു വെള്ളം അടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, തന്നെത്താൻ പറയണം. അപ്പോൾ കൂട്ടുകാരെ പോലെ എന്തൊക്കെയോ പറയണം. അത് ലോക്കൽസ് ആട്ടോ, ലോക്കൽസ്. അതൊക്കെ അധികവും ഈ എന്താ പറയുക ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കും കേട്ടോ. ഈ സമയത്തുള്ളവരൊക്കെ ഡ്രഗ് അഡിക്ട്സ് ആയിരിക്കും. ഭയങ്കര റഫായിട്ട് ബിഹേവ് ചെയ്യും കേട്ടോ അവർ. അല്ലാതെ ഇവരൊന്നും ഇവിടെ അമേരിക്കയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും ഈ തോക്കെടുത്ത് വെടിവെക്കുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടുത്തെ ക്രൂവലായിട്ടുള്ള മനുഷ്യരാണെന്ന് വിചാരിക്കേണ്ട. ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് തന്നെ അറിയാതെ ചെയ്യുന്നതാണ് ഇത്. ഈ അപകടങ്ങളും ഈ മരണങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അവർ ഓടി വന്ന് എൻ്റെ മൊബൈലൊക്കെ പിടിച്ച് എറിയും ചിലപ്പോൾ. കാരണം ഞാൻ അവരെ ഷൂട്ട് ചെയ്യാൻ അവർക്ക് തോന്നിക്കഴിഞ്ഞാലേ. അപ്പം എന്തൊക്കെയോ പറഞ്ഞ് നിർത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാം മൂങ്ങാണ് കേട്ടോ. ഇവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി. ഇയാൾ എഴുന്നേറ്റ് ഇവിടെ വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തി കേട്ടോ, പെട്ടെന്ന് പോവുകയാണേ. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അധികവും ബ്രസീലിയൻ, പോർച്ചുഗീസൊക്കെ അവർ സംസാരിക്കുന്നത്, സ്പാനിഷൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാലും ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. നമ്മളെ ഗ്ലൗസ് എടുത്തു. നമ്മൾ നല്ല വീഡിയോ വന്ന് സ്കൂട്ടാവാണ്. അപ്പോൾ ലൂസിയാന ചിക്കൻ കേട്ടോ. ലൂസിയാന ചിക്കൻ ഇവരുടെ സ്വന്തം ബ്രെഡിൽ ഉണ്ടാക്കിയതാണ്. അതായത് ഇതിൻ്റെ പിന്നെ ബർഗറും ഇതിൻ്റെ സാൻഡ്വിച്ചുമാണ് ഇവരുടെ ബ്രെഡിൽ ഉണ്ടാക്കിയത് കേട്ടോ, ലൂസിയാന. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ കാണിക്കാറുണ്ട് ബോർഡ്. ഡങ്കിൻ ഡോണറ്റ്സ് അല്ല കേട്ടോ, പോപ്പീസാണേ. പോപ്പീസ് നിങ്ങൾ വന്നാൽ കഴിക്കണം. എവിടെ വന്നാലും ഇവിടെ വന്നാൽ മാത്രമല്ല. അതായത് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ, വണ്ടിയില്ല, പോവാണ് നമ്മൾ കേട്ടോ. ഓക്കെ, നമ്മളുള്ളത് ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയയിൽ വന്നാൽ മാത്രമല്ല, അമേരിക്കയിൽ എവിടെ വന്നാലും നിങ്ങൾ എന്ത് കഴിക്കണം? പോപ്പീസിൽ നിന്ന് കഴിക്കണം. ധൈര്യമായിട്ട് കഴിക്കാം, ഞാനാ പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ കഴിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഞാൻ എത്തും, അത്രയ്ക്ക് ഗ്യാരണ്ടി കേട്ടോ ഇത്. കാരണം നമുക്കറിയില്ല, ഈ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ അറിയുന്നവരുണ്ടാവാം. എനിഹാവ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ചു. നമ്മൾ ഗ്ലൗസ് എടുത്തേ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതിലേ വരും. നമുക്ക് കയറാം കേട്ടോ. ഓക്കെ, നമ്മുടെ മുമ്പിലുള്ളതാണ്. സ്നൈപ്സ് ഉണ്ട്, റൈറ്റ് എയ്ഡ് ഉണ്ട്, പോപ്പീസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഇവിടെ ബസ് എത്തിക്കുന്നുണ്ട്. ഇതാ ഓക്കെ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ തണുപ്പുണ്ട്, എന്നാലും നമുക്ക് നിവൃത്തിയില്ല, വേറെ ബസ് കാത്തിക്കാൻ നിവൃത്തിയില്ല. അവിടേക്കൊക്കെ നമുക്ക് പിന്നെ പോകും. എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടോയെന്ന് അറിയില്ല, അവിടെയൊക്കെ നോക്കാം. ഓക്കെ, ഗുഡ് ബൈ. ഒരുപാട് സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ഫിലാഡൽഫിയയിൽ നിന്നും ട്രാവൽ ടിയോടൊപ്പം.